ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകലാത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന് മഹത്വം കരയറ്റട്ടെ. വിശ്വാസവീരന്മാരൊന്നും പരാജയപ്പെട്ടില്ല. അവർ സിംഹങ്ങളുടെ വായടച്ചു. അവർ വിശ്വാസത്താഴ്ചയുടെ ബലത്തേക്കെടുത്ത് രാജ്യങ്ങളെ പിടിച്ചടക്കി. വ്യക്തിത്വം പ്രാപിച്ചു നീതി നടത്തിയെങ്കിൽ ഇന്ന് പകലും ആദിവിശുദ്ധ വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ ലോകത്തിൽ ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ, ഒരു വ്യക്തിക്ക് നമ്മളെ ഒതുക്കുവാൻ, ഒരു ദുഷ്ടനും നമ്മളെ നോക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ അളവറ്റ കൃപകളും അവിടുത്തെ വിടുതലുകളും ഇന്ന് പകലും അനുഭവിക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം. നിരാശപ്പെടുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇല്ലേ? ദൈവസാന്നിധ്യം എത്രയോ തവണ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പകലും തിരിച്ചറിയണം. നമ്മുടെ വിചാരങ്ങളോ നമ്മുടെ വഴികളോ നമ്മുടെ ചിന്തകൾക്കോ അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിചാരങ്ങളെക്കാൾ, നമ്മുടെ വഴികളെക്കാൾ ദൈവത്തിൻ്റെ വിചാരങ്ങളും വഴികളും അത്യന്തം ശ്രേഷ്ഠമായിരിക്കാൻ ഇന്ന് പകലിലും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യെശയ്യാ പ്രവചനം 14:13 വാക്യം വളരെ ശ്രദ്ധേയമാണ്. യഹോവേ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന അധ്വാനവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വളരെ ശ്രേഷ്ഠമായ ഒരു വാക്യമാണ് നമ്മൾ കേട്ടത്. യഹോവ യാക്കോബിനോട് അല്ല ഇസ്രായേലിനോട് പറയും, ഞാൻ നിങ്ങളെ വീണ്ടും തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. സ്വദേശത്ത് പാർപ്പിക്കും. നിങ്ങളെ നിന്ദിച്ച ഒതുക്കിയ ശക്തികൾ നിങ്ങളോട് ചേർന്നു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ വചനം വിളിച്ചു പറയുന്നു, യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടത്തെയും. നമ്മുടെ വ്യസനം കാണുന്ന ഒരു ദൈവമുണ്ട്. ബബേൽ പ്രവാസത്തിലാണ് ജനം. അവർ വ്യസനിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, തകർക്കപ്പെടുന്നുണ്ട്, അപമാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ പ്രിയ സഹോദരങ്ങളെ. ഇന്ന് പകലും അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഒന്നും കാണാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അവർക്ക് കാണാൻ കഴിയാത്തത് കാണുന്ന ഉയരത്തിലെ ഒരു ദൈവമുണ്ട്. മിസ്രയീമിൽ 400 സംവത്സരം അടിമത്തത്തിലായിരുന്നു. വേദനിച്ച് കഷ്ടപ്പെട്ട് നിരാശയകത്ത് വന്ന് ഇവിടം കൊണ്ട് തീർന്നു എന്ന വിധി എഴുതിയ തൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ സങ്കടം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് സ്വർഗം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തു എങ്കിൽ ഇന്ന് പകലിലും ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ വ്യസനം അറിയുന്ന ദൈവം. പറയുക, എൻ്റെ ദൈവം എൻ്റെ വ്യസനമൊന്ന് തൂക്കി നോക്കിയെങ്കിൽ. തൻ്റെ ഭാര്യ തന്നെ ഒറ്റപ്പെടുത്തി, ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ അടിച്ച് തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു. പ്രൈസ്തലോ, ആടും മാടും നഷ്ടപ്പെട്ടു. അവിടെ പറയുക, ദൈവം എൻ്റെ വ്യസനമൊന്ന് തുലാസിൽ തൂക്കിയാൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ വ്യസനവും നമ്മുടെ സങ്കടവും കർത്താവ് തൂക്കി നോക്കും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വചനത്തിന് വിളിച്ചു പറയാനുള്ളത്, യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനമായി അധ്വാനിക്കുന്നു. നിന്റെ ശരീരത്തിന് വിശ്രമം വരുന്നില്ല, മൈൻഡിന് വിശ്രമം വരുന്നില്ല, നാളുകൾ തുഴയുന്നു, കൈകൾ കുഴയുന്നു, പ്രയത്നഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല. ശരീരവും മനസ്സും ഒരുപോലെ ദണ്ഡിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവിന് വിളിച്ചു പറയാനുള്ളത്, നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരം, നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരം, നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം, നിങ്ങളുടെ കഠിനാധ്വാനം കണ്ടിട്ട് പറയുക, നിങ്ങൾ ഇനി ഒരു പാട്ട് പാടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വിശ്രമം നൽകുന്ന നാൾ വരാൻ പോകുകയാണ്.
എന്നും ഇങ്ങനെ പോകത്തില്ല പ്രിയരെ, എന്നും ഇങ്ങനെ കഴിയത്തില്ല. എന്നും ഇങ്ങനെ ആശ്വാസമറ്റവളെ പോലെ, വേദനിച്ച് നിന്നിച്ച് അപമാനിക്കപ്പെട്ടവളെ പോലെ നീ ആയിരിക്കത്തിൽ. ഇപ്പുറത്ത് നിനക്ക് ദൈവം ഒരു വിശ്രമം നൽകും, ഒരു സ്വസ്ഥത നൽകും, സമാധാനം നൽകും. ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരും. അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ തകരാൻ പോകുക, ദൂട്ട വ്യാപാരങ്ങൾ അഴിയാൻ പോകുക. കഠിനമായി അധ്വാനിക്കുന്നത് പോലെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട സമയങ്ങൾ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വിശ്രമം നൽകാൻ സർവശക്തൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയും എനിക്കൊരു സ്വസ്ഥതയുടെ നാളുകളുണ്ടാകുമോ? എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയുമോ? ഞാൻ എത്ര നാളിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയും എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, കർത്താവ് നിന്റെ വ്യസനം അറിയുന്നു, നിന്റെ കഷ്ടത അറിയുന്നു, നിന്റെ സങ്കടം അറിയുന്നു, നിന്റെ തകർച്ച അറിയുന്നു, നിന്റെ കുടുംബത്തെ അറിയുന്നു. ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ പല ശകാരങ്ങളുടെ മുമ്പാകെ? മനസ്സ് വേദനിച്ച് ഒതുക്കപ്പെട്ടവനായിരിക്കുന്ന ചിലരോട് ദൈവാത്മാവിന് ഇന്ന് പകൽ വിളിച്ചു പറയാനുള്ളത്, ദൈവം ഒരു വിശ്രമം നൽകും നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ. നാളുകളായി ആരാധനാ വിഷയത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടവരുണ്ട്. എനിക്കിനിയും അതിന് കഴിയുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് വലിയ സ്വസ്ഥത നൽകി തന്റെ ജനത്തെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കൂ. ആത്മാവിൽ അടരാടൂ. ദൈവകൃപ ഏറ്റെടുക്കൂ. ദുഷ്ടസിംഹാസനങ്ങൾ ഇന്ന് പകൽ അഴിയുക, ന്യായശക്തികൾ അഴിയുക, പീഡിപ്പിക്കുന്ന പീഡക ശക്തികൾ ഇന്ന് പകൽ തകരുക. നാളുകൾ കഠിനമായി അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു, പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. എന്നാൽ നീ പ്രവർത്തിക്കാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന സർവശക്തന്റെ സാന്നിധ്യം ഈ പകലൊന്ന് തിരിച്ചറിയട്ടെ. ആ ദൈവസാന്നിധ്യം ദൈവസഭയൊന്ന് തിരിച്ചറിയട്ടെ. നമ്മുടെ കുടുംബങ്ങളൊന്ന് തിരിച്ചറിയട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നതിൽ ആത്മാവിന്റെ സാന്നിധ്യത്താൽ സകല നുകക്കൈകളും ഇന്ന് പകൽ അഴിയുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുക. രക്തത്താൽ ഹല്ലേലൂയ. വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. നുകക്കൈകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. സഹോദരങ്ങളെ, കഷ്ടത കാണുന്നവൻ ഇവിടെയുമുണ്ട് കേട്ടോ. നീ ആരും കാണുന്നില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നു. കർത്താവ് അത് കാണുന്നു, ദൈവം അതറിയുന്നു. ദൈവം ഇന്ന് പകൽ അതിനു വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് സങ്കടം പറയൂ, ദൈവത്തോട് മാത്രം പറയൂ. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കൂ, കൈകൾ മലർത്തൂ, തലകളെ വണക്കൂ. ദൈവം നിന്റെ തലയെ ഉയർത്തിപ്പിടിപ്പിക്കും, നിന്റെ കരങ്ങളെ വിശാലമാക്കും, നിന്റെ കണ്ണുനീര് തുടയ്ക്കും. മുട്ടിന്മേൽ നിൽക്കുന്നവരെ ദൈവത്തോടും നീ എഴുന്നേൽക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കഷ്ടതവും ഞങ്ങളുടെ വ്യസനവും ഞങ്ങൾ ചെയ്യേണ്ടി വന്ന കഠിനാധ്വാനം കണ്ടിട്ട് ഒരു വലിയ വിശ്രമം, സ്വസ്ഥത, സമാധാനം, ദൈവകൃപയുടെ ആഴങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഞങ്ങളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയട്ടെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത തിരിച്ചറിയട്ടെ. ഞങ്ങളുടെ തലമുറകളുടെ അസ്വസ്ഥത തിരിച്ചറിയട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ അത് തിരിച്ചറിയട്ടെ. ചില സ്ട്രെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. ആത്മാവിൻ്റെ വലിയ നിയോഗത്താൽ ഞങ്ങളെ നയിക്കണമേ. ദേശാധിപ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ആത്മിക ബലം സ്വർഗം കൽപ്പിക്കണമേ. ഒടുവിൽ കർത്താവിനോട് അമിത ബലത്തിന് ശക്തിപ്പെട്ട പിശാചിന്റെ തന്ത്രങ്ങളുടെ തോൽപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നൽകിയ വിടുതലുകൾക്കായി, സമാധാനത്തിനായി, ദൈവത്തിന്റെ അരുളപ്പാടുകൾക്കായി, ആത്മാവിന്റെ ശക്തിക്കായി, സ്വാധീനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു ദുഷ്ടന്റെ സ്വാധീനവും ഞങ്ങളുടെ മേൽ അലട്ടാതെ വണ്ണം ആത്മാവിന്റെ വലിയ സ്വാധീനം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ മുൻപോട്ട് പോകൂ. കാണുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ മുൻപാകെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാം സഹായിക്കും.